ഹലോ കൂട്ടുകാരെ, ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആണല്ലോ. ഒരു പ്ലം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹലോ കൂട്ടുകാരെ, ഒരു പ്ലം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ 2 മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സിയിലും അടിച്ചെടുക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ബീറ്റർ വെച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. 2 മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിനാവശ്യമായ 1 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഓയിൽ 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഇത്രയും ഇട്ട് ആണ് ബീറ്റ് ചെയ്യേണ്ടത്. പൊടിച്ച പഞ്ചസാരയും കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ ഓയിൽ ഇട്ട് കൊടുത്ത് ഇത് നല്ലപോലെ ഒരു 10 മിനിറ്റ് ബീറ്റ് ചെയ്യുക. ഈ ബൗളിന് ഒരു 3/4 ഭാഗത്തോളം ആകും. അതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ചേർക്കുന്നത്. 200 ഗ്രാം മൈദപ്പൊടി, ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു സ്പൂൺ കൊക്കോ പൗഡർ, ഒരു നുള്ള് ഉപ്പ്. ഇത്രയും സാധനങ്ങൾ ചേർത്ത് നല്ലപോലെ 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് മാറ്റി വെക്കണം. പിന്നെ ഇതിന് പ്ലം കേക്ക് ആയതുകൊണ്ട് ഫ്രൂട്ട് ചേർക്കാവല്ല. അപ്പൊ ഇതിന് ഞാൻ ഒരാഴ്ച മുമ്പേ ഓറഞ്ച് നീരെടുത്ത് അതിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാഷ്നട്ട്, ബദാം, കറുത്ത മുന്തിരി, കുറച്ച് ഈന്തപ്പഴം എല്ലാം കൂടെ ഓറഞ്ച് നീരിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. കുറച്ച് ഷുഗർ സിറപ്പും ഇതിൻ്റെ അകത്ത് ഒഴിച്ചു വെച്ചിരുന്നു. അതിൽ നിന്നാണ് കുറച്ചെടുത്ത് ഇത് പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ബീറ്റ് ചെയ്തതിലേക്കാണ് നമ്മൾ പൊടികൾ ചേർക്കുന്നത്. പൊടികൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 200 ഗ്രാം മൈദാപ്പൊടി, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 സ്പൂൺ കൊക്കോ പൗഡർ, 1 നുള്ള് ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് 3 പ്രാവശ്യം ഞാൻ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഡ്രൈ ഫ്രൂട്ട് സോക്ക് ചെയ്തത് ഒരു ബൗളോളം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് കേക്ക് ടിൻ ഓയിൽ ഒഴിച്ച് ഓയിൽ പുരട്ടിയതിന് ശേഷം ബട്ടർ പേപ്പർ ഇട്ട് റെഡിയാക്കി മാറ്റി വെക്കണം. ഞാനിപ്പോൾ ഓവനിലല്ല ഉണ്ടാക്കുന്ന, ഗ്യാസ് അടുപ്പയിൽ വെച്ചാണ്, അപ്പച്ചെമ്പിലാണ് ഉണ്ടാക്കുന്നത്. ഈ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചതിലേക്ക് ഈ പൊടികൾ, ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ടിട്ട് ഒരു സ്പാച്ചുല വെച്ച് ഇളക്കിയെടുക്കുക. ബീറ്റർ ഉപയോഗിക്കണമെന്നില്ല. സ്പാച്ചുല വെച്ച് നല്ലപോലെ ഇളക്കി എടുക്കണം, കട്ടയൊന്നും ഇല്ലാതെ. പൊടി കുറേശ്ശെ ഇട്ടാണ് ഇളക്കിയെടുക്കുന്നത്. ഇളക്കിയെടുത്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് ഡ്രൈ ഫ്രൂട്ട് ചേർക്കുന്നത്. സ്പാച്ചുല വെച്ച് നല്ലപോലെ ഇളക്കി കട്ട് ആൻഡ് ഫോൾഡ് രീതിയിലാണ് എടുക്കേണ്ടത്. കട്ടയൊന്നും ഇല്ലാതെ എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട് ചേർക്കാം. ഡ്രൈ ഫ്രൂട്ട് നമ്മുടെ ആവശ്യമനുസരിച്ച് കൂടുതലും കുറച്ചും ഇടാം. ഞാനിപ്പോൾ 1 കപ്പ് ഡ്രൈ ഫ്രൂട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. ഡ്രൈ ഫ്രൂട്ട് എടുത്തത് ബാറ്ററിന്റെ അടി പോവാതിരിക്കാനായിട്ട് 1 സ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷമാണ് ഇതിലേക്കിട്ട് വീണ്ടും ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കും. ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. ഇത് അധികം ഒത്തിരി ലിക്വിഡ് പരുവൊന്നും ആകണ്ട, റിബൺ മോഡലിൽ ആയാൽ മതി.
കേക്ക് ടിന്നിൽ ഒഴിച്ചു കഴിഞ്ഞ് ഇതൊന്ന് ടാപ്പ് ചെയ്യണം. ഒരു 3/4 വരെ ഇത് പാടുള്ളൂ, എങ്കിൽ ഇത് കവിഞ്ഞു പോവും. പാത്രത്തിൽ നിന്ന് കവിഞ്ഞ് പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് 3/4 വരെ ഒഴിക്കാൻ പാടുള്ളൂ. റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് അടുപ്പയിൽ അപ്പച്ചെമ്പ് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം ഗ്യാസ് സിമ്മിലിട്ട് ചൂടാക്കി വെക്കണം. അപ്പച്ചെമ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം അടുപ്പിലായതുകൊണ്ട് 1 മണിക്കൂറോളം വേവുണ്ടാവും ഇതിന്. ഓവനിലാണെങ്കിൽ ഒരു 30 മിനിറ്റ് ഒക്കെ മതിയാവും. ഞാനിപ്പോൾ ഗ്യാസ് അടുപ്പയിൽ വെക്കുന്നതാണ് കാണിക്കുന്നത്. കേക്ക് ടിന്നെടുത്ത് അപ്പച്ചെമ്പിൽ എടുത്ത് വെച്ച് ഒരു മണിക്കൂറോളം വേവിക്കണം. ഇടയ്ക്ക് ഞാനിതൊന്ന് തുറന്നിട്ട് കാഷ്യൂനട്ട് മേതെ ഇട്ട് വെക്കുന്നുണ്ട്. എനിക്ക് ആദ്യം തന്നെ കാഷ്യൂനട്ട് ഇട്ടാൽ ഇത് ചിലപ്പോൾ അതിൻ്റെ അടിയിലേക്ക് പോകുന്നുണ്ട്. ഞാൻ അടുപ്പത്ത് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാണ് ഈ കാഷ്യൂനട്ട് വെക്കുന്നത്. 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ബട്ടർ പേപ്പറൊക്കെ മാറ്റിക്കഴിഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, ടേസ്റ്റിയായിട്ട്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ. ഓക്കെ, എല്ലാവരും ഈ കേക്ക് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഓക്കെ.